മാഡം എന്തു പറഞ്ഞു? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കൊള്ളാം. അഖിലാണ്ടേശ്വരിയുടെ ഇരിപ്പ് കണ്ട തലയ്ക്ക് വെള്ളിടി കിട്ടിയ പോലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവമൊക്കെ ബെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ബിൽഡപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം പുത്രവാത്സല്യം കൊണ്ട് മകനോടങ്ങ് ക്ഷമിക്കുമെന്നാ എനിക്കിപ്പോ സംശയം. എങ്കിൽ ഞാൻ തന്നെ ഈ സ്ത്രീയെ ഇവിടെ വെച്ച് വെടിവെച്ച് കൊല്ലും. നോക്കിക്കോ. ഇയാളുടെ വരവും കൂടെ ആയപ്പോ എല്ലാം പൂർത്തിയായി. ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും സമാധാനം നോക്കുന്ന കാവൽ മാലാഖയല്ലേ. ഹലോ. ഇയാളുടെ മുന്നിൽ വെച്ച് തന്നെ വേണം അവനെ അവളെയും വിചാരണ ചെയ്യാൻ. നോ 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 നോ, അങ്ങനെയൊന്നുമില്ല. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞപ്പോ വൈകി, അതാ. ഓക്കെ ഓക്കെ ഓക്കെ, മേനോനെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, വിളിക്കാടോ. അല്ലെങ്കിൽ താൻ വൈകിട്ട് ക്ലബ്ബിൽ പോകുമ്പോ ഇങ്ങോട്ട് ഇറങ്ങ്, നമുക്ക് ഒരുമിച്ച് പോക്കളെ. ഓക്കെ. നമ്മുടെ ടിജിക്ക് മേനോനില്ലേ, കക്ഷിക്ക് US ഗ്രീൻ കാർഡ് ശരിയായി. അതിന്റെ ഒരു ത്രില്ലാണ് പുള്ളി. ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് വൈകിട്ട് ക്ലബിലോട്ടൊന്ന് പോയാലോ? എന്തു പറയുന്നു? അഖിലേ, എന്തു പറ്റി നിനക്ക്? നീ ആകെ അപ്സെറ്റ് ആണല്ലോ. എന്താ പ്രശ്നം? കൊള്ളാം. ശിവരാമേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ചേച്ചി ആകെ തളർന്നു നിൽക്കുകയല്ലേ? ആനന്ദ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും കരുതിയതാണോ? അത്രയ്ക്ക് വലിയ ചതിയല്ലേ അവൻ ഈ കുടുംബത്തോട് ചെയ്തത്? വിലാസിനെ നീ എന്തായി പറയുന്നത്? ആനന്ദ് എങ്ങനെ എന്ത് ചെയ്തെന്ന്? അഖിലെ എത്രത്തോളം ടെൻഷൻ അടുപ്പിക്കുന്നുവെന്നോ ആനന്ദ് ചെയ്യാൻ വഴിയില്ല. എന്താ അഖിലെ, എന്താ ഇവിടെ സംഭവിച്ചത്? അതെ ശിവരാമേട്ടാ, ഞാൻ പറയാം. ചേച്ചിക്ക് അത് പറയാൻ നാവ് പൊങ്ങില്ല. അത്രയ്ക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത കാര്യമാണ്. അതുകൊണ്ടും തീർന്നില്ല. ശിവരാമേട്ടൻ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോഴേ മനസ്സിലാകൂ ചേച്ചിയുടെ നെഞ്ചു പിടയ്ക്കുന്നതിന്റെ കാര്യം. ദേ നോക്ക്, ദാ കണ്ടോ, ദാ.
ചേച്ചി ദാ അവരെത്തി. നിക്കവിടെ. വാടി ഇവിടെ. ഫോണിലൂടെ എത്തിയ ചില ദൃശ്യങ്ങൾ കണ്ടതിന്റെ സന്തോഷത്തിലാ ഞങ്ങള്. സ്വന്തം അന്തസ്സും അഭിമാനവും പദവിയും ഒക്കെ കാറ്റിൽ പറത്തി വെറും ഒരു അടുക്കളക്കാരിക്ക് വളയിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് തരംതാണോ നീ? അതും പബ്ലിക്കായിട്ട്. നിന്നെ ഞാൻ മാപ്പ്. എടാ എന്നോട് ക്ഷമിക്കണം. സത്യം എന്താണെന്ന് അറിയാതെ വല്യ കുഞ്ഞിനെ അടിച്ച നടന്ന സത്യം അറിയുമ്പോ വല്യ കുഞ്ഞിനെ അടിച്ചു പോയില്ലോന്ന് ഓർത്ത് ഈ മനസ്സ് സങ്കടപ്പെടാതിരിക്കാനാ അറിയാതെ ഞാനിങ്ങനെ ചെയ്തു പോയത്. ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. ചേച്ചിയുടെ കൈ കയറി പിടിച്ചിട്ട് അഭിനയിക്കുന്നോടി മൂദേവി. നിന്നെ ഞാൻ വിലാസിനി കൈയെടുക്ക. ചേച്ചി കൈയെടുക്കാൻ പറഞ്ഞില്ലേ? എന്താ നടന്നത് പറ. സത്യം എനിക്കറിയണം. ആനന്ദ് പറ, എന്താ നടന്നതെന്ന്. അമ്മേ, ഞങ്ങൾ പുറത്തേക്ക് പോയി തിരിച്ചു വരും മുമ്പേ നടന്നത് പലതും അമ്മ അറിഞ്ഞിരിക്കുന്നു. അതാരോ ഫോണിൽ അറിയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ അറിഞ്ഞതൊക്കെ ശരിയാവണമെന്നില്ല. ചിലപ്പോ കണ്ണുകളും സത്യം മറച്ചു വെച്ചെന്നിരിക്കും. വളയിടുന്ന സാഹചര്യത്തിൽ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. അമ്മ കേൾക്കണം. അമ്പലത്തിൽ വെച്ച് വളകൾ ഒടയാൻ പാടില്ലെന്നാ പറയണേ. വലിയ ദോഷം അത്ര. ആലോചിച്ചിട്ട് എനിക്കങ്ങോട്ട്. അങ്ങനെയൊന്നുമില്ല. വളയൊക്കെ നമുക്ക് വാങ്ങാന്നേ. ഇങ്ങത്താ, ഞാൻ സഹായിക്കാം. തെറ്റുപറ്റിയത് എന്റെ ഭാഗത്താ. അറിഞ്ഞുകൊണ്ടല്ല വീണതും വളകൾ പൊട്ടിപ്പോയതും. പക്ഷെ സംഭവിച്ചു പോയി. ഇതുവരെ വലിയ കുഞ്ഞിനെ ഒന്ന് വേദനിപ്പിക്കുക പോലും ചെയ്യാത്ത മാഡം അടിക്കാൻ കൈപൊക്കാൻ ഞാൻ കാരണക്കാരിയായി. എന്നെ നശിച്ച ജന്മോ എല്ലാത്തിനും കാരണം.
ഞാൻ കാരണോ ഈ തൃച്ചംബരത്ത് എന്നും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവണേ. അച്ഛൻ പറയണ പോലെ എന്റേതൊരു നശിച്ച ജന്മോ. ഈ നാടും വീടും വിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലേ എല്ലാം ശരിയാവും. ഞാൻ പോവാ മേഡം. ഇനി ഒരിക്കലും ഈ തൃച്ചംബരത്ത് ഞാൻ കാലുകുത്തില്ല. ഒരിക്കലും. കല്യാണി നിക്ക്. നീ ഈ കുടുംബത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവളാ. ഞങ്ങളുടെ അന്തസ്സ് കാത്തുരക്ഷിക്കാൻ സ്വയം വിലങ്ങണിഞ്ഞ് കോടതിയിൽ കയറിയതുവരെ. അതുകൊണ്ട് തന്നെ നീ ഇവിടം വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാവണം തൃച്ചംബരത്ത്. അയ്യോ എന്റെ ചേച്ചി, ഇവിടെ ഇതെല്ലാം ഉണ്ടാകാനുള്ള മൂല കാരണം ഇവര് രണ്ടുപേരും കൂടി കാറിൽ കറങ്ങാൻ പോയതല്ലേ? അതിന്റെ എന്താവശ്യമായിരുന്നു ഇവർക്ക്? ആദ്യം രണ്ടും കൂടി എവിടെ പോയിരുന്നു എന്ന് ചോദിക്കേ. അത് ഇതുവരെ ചോദിച്ചില്ലല്ലോ. അത് വലിയ അമ്പലത്തിൽ പോകാൻ എന്നെ വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ പോയത്. നിനക്കെന്താ അമ്പലത്തിൽ പോകാൻ വഴി അറിഞ്ഞൂടെ? കല്യാണി കൂടെ എന്തിനാ കൂട്ടി വിളിച്ചത്? അതച്ചാ, ആ ആൽബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ അമ്മ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ സെലക്ട് ചെയ്താ ആ കല്യാണം നടക്കോ ഇല്ലേന്നറിയാൻ പൂവിട്ട് നോക്കാൻ പോയതാ. വട്ടത്തിൽ പൂവിട്ട് നോക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള കല്യാണിയും കുട്ടി പോവാന്ന് കരുതി. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ കല്യാണി കൂടെ വന്നത്, അല്ലാതെ സ്വയമല്ല. ശരി, എന്നിട്ട് വട്ടത്തിൽ പൂവിട്ട് നോക്കിയോ? ഇല്ലമ്മേ, അതിനു മുമ്പ് അമ്മയുടെ ഫോൺ വന്നു, അതാ തിരികെ വന്നത്. ഓ ഐ സി. കണ്ടില്ലേ അഖിലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനാ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചത്. ഈ വിലാസിനെ ഒരു നിസ്സാര സംഭവത്തെ ഊതി കത്തിച്ചതാണ്. അയ്യോ ചേച്ചി, ഞാൻ വിശദീകരണം വേണ്ട, നിനക്ക് പോവാം. സ്വന്തം വിവാഹത്തെക്കുറിച്ചുള്ള നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലായി. നാളെ നമുക്ക് പൂവിട്ട് നോക്കാം. അതോടെ മാറും നിന്റെ ഈ ടെൻഷനൊക്കെ. കല്യാണി, മാഡം, നാളെ രാവിലെ നീ ഇവിടെ വച്ച് ആനന്ദിന് വട്ടത്തിൽ പൂവിട്ട് കാണിക്കണം. എന്താ പറ്റില്ലേ? ശരി മാഡം. ആ, എന്നാ പോയി രണ്ടുപേരും അവരവരുടെ ജോലി നോക്ക്. സാധാരണ ഇതുപോലെ ഉറക്കം വരാതെ ഹാളിലും വരാന്തയിലും ഒക്കെ നടക്കുന്നത് ഞാനാണല്ലോ. ഇത് എന്തു പറ്റി? ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? പിന്നെ ഉറങ്ങണ്ടേ? ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച് കിടക്കാം. എന്താ പ്രശ്നം?
പ്രശ്നം? എന്ത് പ്രശ്നം? അഭിനയം വേണ്ട. 10-25 വർഷമായി ഞാൻ കാണുന്നത് ഇയാളിനെ. യു ആർ നോട്ട് കൂൾ. എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് കൃഷ്ണേട്ടനെ. അതെന്താണെന്ന് പറഞ്ഞാൽ മതി. എന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പറയട്ടെ. ഇന്ന് വിലാസിനി ഫോണിൽ കാണിച്ച ആ ദൃശ്യം കൃഷ്ണേട്ടന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുതന്നെയല്ലേ ഉറക്കം വരാതെയുള്ള ഈ നടത്തിക്ക് കാരണം? എന്റെ കൃഷ്ണേട്ട, നമ്മളത് ക്ഷമിച്ച് ആ അധ്യായം അടച്ചതാ. എന്നിട്ടും അഖിലയ്ക്ക് തീർച്ചയാണോ ആ അധ്യായം അടഞ്ഞു എന്ന്? എന്ന് ചോദിച്ചാ സമ്മതിക്കാൻ പറ്റുന്നില്ല അല്ലേ? അത് തന്നെയാണ് എന്റെയും പ്രശ്നം. തൃച്ചംബരം തറവാട്ടിൽ ആദ്യമായിട്ട് ഒരാൾ അഖിലാണ്ടേശ്വരി ഉയർത്തേക്കായി തടുത്തു പിടിക്കുന്നു. തൃച്ചംബരം തറവാട്ടുകാരിൽ ആദ്യമായിട്ട് ഒരാൾ പബ്ലിക്കായി ഒരു പെൺകുട്ടിയുടെ കൈകളിൽ വളകൾ അണിയിക്കുന്നു. ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. എവിടെയോ എന്തോ ചില കണ്ണികളിൽ ഇണങ്ങാത്തതുപോലെ. സമ്മതിക്കുന്നു, ഇവിടെ ചില ഇണങ്ങാത്ത കണ്ണികളുണ്ട്. അല്ലെങ്കിൽ പിരിയാനാകാത്ത വിധം പരസ്പരം കുരുങ്ങിപ്പോയ ചില കണ്ണികൾ. പക്ഷേ മുൻപ് ഞാൻ ഇതേ സംശയങ്ങൾ ഇതേ വികാരത്തോടെ ചോദിച്ചപ്പോ കൃഷ്ണേട്ടനാ എന്നോട് ന്യായങ്ങൾ പറഞ്ഞത്. എന്നിട്ടും ഇന്നിപ്പോ സമ്മതിക്കുന്നു. അതാണ് ഞാൻ ആദ്യമേ ഈ വിഷയം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറിയത്. ഇപ്പൊ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. അതാ പ്രശ്നം. എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ നാളെ തന്നെ കല്യാണി അവളുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടട്ടെ. അതോടെ നമുക്ക് ഈ അധ്യായം പൂർണ്ണമായിട്ടും അടയ്ക്കാമല്ലോ. എന്തു പറയുന്നു? വേണ്ട. ചിലപ്പോ നമ്മൾ നമ്മുടെ പ്രായത്തിന്റെ പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ കൊണ്ട് വെറുതെ സങ്കല്പിക്കുന്നതാണെങ്കിലോ ഇതൊക്കെ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കണം. മാത്രമല്ല ആനന്ദ്. അതെ, മനസ്സിലായി. ആനന്ദ് നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. 1 മാസത്തിനകം വിവാഹം നടത്താൻ സമ്മതമാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ ഈ ടോപ്പിക്ക് നമുക്ക് വിടാം കൃഷ്ണേട്ടാ. വാ, വന്ന് കിടക്ക. ഒന്നുമില്ലെങ്കിലും നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ശരി, എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആനന്ദ്, നീ എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാൻ വെറുതെ. അച്ഛനും അമ്മയും എന്താ ഉറങ്ങാത്തത്? നല്ല ചോദ്യം. നമ്മുടെ സമൂഹത്തിലെ ഓരോ മക്കളും ഈ ചോദ്യം എപ്പോഴും ചോദിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും അതിനുള്ള ഒരു ലളിതമായ ഉത്തരം ഞാൻ എൻ്റെ മോനോട് പറയാം. അച്ഛനും അമ്മയ്ക്കും ഉറക്കം നഷ്ടപ്പെടണമെങ്കിൽ അതിലൊരു വലിയ പങ്ക് കാരണക്കാർ മക്കൾ തന്നെയാവും. അവരിൽ അച്ഛനമ്മമാർ കാണുന്ന വലിയൊരു ന്യൂനത, വലിയൊരു ആപത്ത്, അല്ലെങ്കിൽ വലിയൊരു സംശയം. കുഞ്ഞുനാളിലാണെങ്കിൽ അച്ഛനമ്മമാർക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റും. പക്ഷേ മുതിർന്ന് തന്നോളം വളർന്ന് താനെന്ന് വിളിക്കേണ്ട പ്രായമാണെങ്കിൽ അച്ഛനമ്മമാർക്ക് അത് നേരിട്ട് ചോദിക്കാൻ സാധിക്കില്ല. അതിന്റെ വീർപ്പുമുട്ടലായി ഉറക്കം നഷ്ടപ്പെടൽ. ഈ മക്കള് നമ്മുടെ കണ്ണിലുണ്ണികളാണെന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ആ ഉണ്ണികൾക്ക് കേടുവന്നാൽ അച്ഛനമ്മമാർക്ക് കണ്ണടച്ച് ഉറങ്ങാൻ പറ്റില്ല. അതാണ് സത്യം. നിന്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നീ സ്വയം ചിന്തിച്ചാൽ മതി.